ശ്രീ സി വി വർഗീസ് നമുക്കൊപ്പം ചേരുന്നു. ഇടുക്കിയിൽ നിന്നും CPM-ന്റെ ജില്ലാ സെക്രട്ടറിയാണ് ശ്രീ സി വി വർഗീസ്. നമസ്കാരം. വീണ്ടും ഒരു അപകട മരണം കൂടി. കാട്ടാനയെ ഒരു ജീവൻ എടുത്തിരിക്കുന്നു. ഒരു കുടുംബത്തിലെ വലിയ പ്രതീക്ഷയായിരുന്ന ഒരു ചെറുപ്പക്കാരനാണ്, 23 വയസ്സാണ്. പശുവിനെ അഴിക്കാൻ പോയപ്പോഴാണ് മറഞ്ഞു നിന്ന കാട്ടാനയെ ആക്രമിച്ചിരിക്കുന്നത്. 2 ആഴ്ചക്കുള്ളിൽ ഇടുക്കിയിൽ കോതമംഗലം പരിസരത്ത് രണ്ടാമത്തെ മരണമാണ് സി വി വർഗീസ്. വളരെ ഗൗരവമായി ഇത് കാണേണ്ട കാര്യമാണ്. കാരണം ഇടുക്കി ജില്ലയുടെ വനാന്തര പ്രദേശമെല്ലാം ഇപ്പൊ ആന വലിയ നിലയെ വിന്യസിച്ചിരിക്കുകയാണ്. അതെ, ഇത് ഞങ്ങള് വനം മന്ത്രിയുടെ സാന്നിധ്യത്തിൽ ചർച്ച ചെയ്യപ്പെടുകയും പ്ലാനിങ് ഉണ്ടാക്കുകയൊക്കെ ചെയ്ത് ആളുകള് ജനവാസ കേന്ദ്രങ്ങളിൽ ആനയിറങ്ങുന്ന ഫെൻസിങ്ങും ജനങ്ങൾക്ക് സുരക്ഷാ വേലിയൊക്കെ ചർച്ച ചെയ്ത് തീരുമാനിച്ചിരുന്നതാ. വളരെ ശക്തമായ ബഹുജന പ്രതിഷേധം ഈ കാര്യത്തിൽ ഉയർന്നു വരേണ്ടതുണ്ട്. കാരണം വനം വകുപ്പിന് വേണ്ടത്ര ഉത്തരവാദിത്വം ഇല്ലെന്ന് തോന്നുന്നുണ്ടോ ശ്രീ സി വി വർഗീസ്? അവര് വനം വകുപ്പ് ഉദ്യോഗസ്ഥന്മാര് യഥാർത്ഥത്തിൽ ഒരു സമാന്തര സർക്കാർ പോലെ നിന്ന് സമാന്തരമായി ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങളെ എങ്ങനെയാണ് ജനവിരുദ്ധമായി കൊണ്ടുവരാൻ കഴിയുക എന്ന രൂപത്തിലുള്ള നിലപാട് വനം വകുപ്പ് ഉദ്യോഗസ്ഥന്മാരും കാണിക്കത്തുണ്ട് എന്നുള്ള കാര്യത്തിൽ ഇല്ല. ഇപ്പൊ വനഭൂമിയുടെ വിസ്തൃതി കൂട്ടാൻ വേണ്ടി ഇപ്പൊ പുതിയ വിജ്ഞാപനം ഇറക്കിയിരിക്കുന്നു. വികാരങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് വനം വകുപ്പ് പ്രവർത്തിക്കുന്നില്ല എന്നുള്ളൊരു കാര്യം യാഥാർത്ഥ്യം. ഉള്ളതുപോലെ പറഞ്ഞേ പോകാൻ വേണ്ടി കഴിയുള്ളൂ. മനുഷ്യജീവന വരെ ഇപ്പൊ ഇത് 52 53ാമത്തെ ആളാണ് ഇപ്പോ ഈ ഇതോട് കൂടി ഇപ്പൊ ഈ വർഷത്തിൽ മാത്രം ഒരു ജില്ലയിൽ ആണോ 53? അല്ലല്ല, ഇപ്പൊ ഏതാണ്ട് വർഷത്തിനിടെ ഇപ്പൊ കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ 12 13ാമത്തെ ആളാണ് ഇപ്പൊ മരണപ്പെടാനിടയായിട്ട്. ഒരു മാസം 3 പേരാണ്. ഒരു മാസം തന്നെ 3ാമത്തെ ആളാണ്. ഒരു മാസം 3 പേരായി. അത് വളരെ ഗൗരവമായി കാണേണ്ടതാണ്. കാരണം ഈ ജനവാസ കേന്ദ്രങ്ങൾ വലിയ പദ്ധതിയൊക്കെ ആവിഷ്കരിച്ചാലും പദ്ധതിയെല്ലാം കടലാസിൽ ഉറങ്ങുന്നു. ജനങ്ങളുടെ വികാരമനുസരിച്ച് ആക്ട് ചെയ്ത് പ്രവർത്തിക്കാൻ തയ്യാറാണില്ല. RRT ആവശ്യത്തിന് റിപ്പോർട്ട് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. ഇവിടെയാണെങ്കിൽ മുള്ളരിങ്ങാൻ അവിടെ ശല്യം തുറയാണ്. ഇതിനൊരു കാര്യം, മുള്ളരിങ്ങാട്, നേര്യമംഗലം, വാളറ തുടങ്ങി വനാന്തര പ്രദേശങ്ങൾ ബന്ധപ്പെട്ട് കിടക്കുന്ന മേഖല ഇവര് ആ നിലയിൽ ബന്ധിപ്പിച്ച് നിൽക്കുന്നതാണ്. അതുകൊണ്ട് ആ ഗൗരവമായ ഇടപെടണം വനം വകുപ്പിന്റെ ഈ കാര്യം പ്രവർത്തനങ്ങൾ ഈ കാര്യത്തിൽ ജനജീവിതം സംരക്ഷിക്കാൻ കഴിയുന്ന രൂപത്തിലുള്ള നിലപാട് എടുക്കുന്നുണ്ട് എന്ന അഭിപ്രായമില്ല. ഓക്കെ, താങ്ക് യു സി വി വർഗീസ്. ഇടുക്കി CPM ജില്ലാ സെക്രട്ടറിയാണ് ഇപ്പോൾ പ്രതികരിച്ചത്.